നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് ബെന്നിയാണ്. ബെന്നീസ് റോയൽ ടൂർസിൻ്റെ സാരഥി. നമ്മൾ പല യാത്രകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്ന യാത്ര എന്ന് പറയുന്നത് എനിക്കും പറയാൻ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ നാട് കണ്ടിട്ട് വേണം മറ്റ് നാടുകൾ കാണാനെന്നുള്ള കാര്യം. പക്ഷേ പലപ്പോഴും നമ്മളത് വിട്ടുപോകുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഇന്ത്യ ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമല്ലായിരുന്നു എന്നൊക്കെയാണ് ജനങ്ങളുടെ ഒരു വിചാരം. പക്ഷേ ഞാനൊക്കെ ഒട്ടും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ലാത്ത കാലത്താണ് ഇന്ത്യ മുഴുവൻ വാഹനം ഓടിച്ച് കണ്ടതെന്നുള്ള മറ്റൊരു കാര്യം. അപ്പോൾ പോലും നമുക്ക് എന്താ പറയുക, വിസ്മയ കാഴ്ചകളും കൗതുക കാഴ്ചകളും ഒക്കെയാണ് ഇന്ത്യ എപ്പോഴും ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ രാവിലെ ഞാൻ ബെന്നിയോട് സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, നമ്മൾ ഇന്ത്യയിലെ പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലുള്ള ഒരു കാഴ്ചകളല്ല എന്ന് പോലും തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയുള്ളത്. കാരണം വെച്ചാൽ 5000 വർഷം പഴക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ത്യയെ കാണുന്നത്. അതിനുശേഷം നമ്മൾ സിംഗപ്പൂർ എന്ന് 100 വർഷം പഴക്കമുള്ള കാര്യം കാണുമ്പോൾ നമുക്ക് നായി പോകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. എന്തായാലും ബെന്നി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ഇന്ത്യയിലെ ഒരു ടൂർ ഓപ്പറേറ്ററും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളെ ഇന്ത്യ കാണിക്കാൻ പോവുകയാണ് ബെന്നി എന്ന് പറയുമ്പോൾ. ഇപ്പോൾ നമുക്കറിയാം, അയോധ്യ, അതുപോലെ വാരണാസി, ഗോവ, ശ്രീനഗർ, പിന്നെ നോർത്ത് ഈസ്റ്റ്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ധാരാളം ടൂർ ഓപ്പറേറ്റേഴ്സ് ഡൊമസ്റ്റിക് ടൂറുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ബെന്നി ഉദ്ദേശിക്കുന്ന അതല്ല, ഫുൾ റോഡിലൂടെയുള്ളൊരു യാത്ര. അതായത് ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടി ഇന്ത്യയിലുടനീളം റോഡിലൂടെ സഞ്ചാരം എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. പക്ഷേ അങ്ങനെയല്ല, എനിക്കത് ആലോചിച്ചറിയാം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുഴുവൻ വാഹനം ഓടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് എത്രത്തോളം വലിയ വെല്ലുവിളികളാണ് അതിലുണ്ടാവുക എന്ന് നമുക്കറിയാം. ഒരു ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും ബൈ റോഡ് കൊച്ചിയിൽ നിന്നും അല്ലെങ്കിൽ കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ എത്തിക്കുക. അത് ഇന്ത്യയുടെ ഇടതുവശത്തൂടെ പോയി വലതുവശത്തൂടെ വരുന്നൊരു പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഏതാണ്ട് നോർത്ത് ഈസ്റ്റ് ഒഴിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യുന്നൊരു ഗംഭീര യാത്രയാണ് ബെന്നി പ്ലാൻ ചെയ്യുന്നത്. ഇതിന് പിന്നിൽ വലിയ പ്ലാനിങ് ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല. തന്നെയുമല്ല, ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന യാത്രയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ഫുഡ്, അതായത് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ഫുഡ് ഉണ്ടാക്കൽ സംഘം കൂടി ഉണ്ട് എന്നാണ് പറയേണ്ടത്. അങ്ങനെ അവിശ്വസനീയമായ ഒരു യാത്രയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ബെന്നി, ആദ്യമായി ആ ഒരു കാര്യത്തിന് ബെന്നി ഈ ഒരു ഐറ്റ്നറി ഉണ്ടാക്കി എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ കുറേ യാത്ര ചെയ്തുകൊണ്ട് എനിക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു കാര്യം. അപ്പം എന്താണ് ബെന്നിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം വരാനുള്ള ഒരു ഓൾ ഇന്ത്യ ഒരു ഗ്രൂപ്പ് ടൂർ ബൈ റോഡ് നടത്തണമെന്ന് ചിന്തിക്കാൻ കാര്യം എന്താ? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 200ഓളം രാജ്യങ്ങളിലേക്ക് യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 200 രാജ്യങ്ങൾക്ക് യാത്ര സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു കുറ്റബോധമുണ്ട്. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ രാജ്യം നമ്മളതിൽ വേണ്ടതിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ആളുകൾക്കും അനവധി രാജ്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളുടെയും ഒരുപാട് ആളുകളുടെ അവരുടെ വലിയൊരു ആഗ്രഹം അങ്ങനെ ഒരു യാത്ര. പലരും നമ്മൾ വിളിച്ച് ആവശ്യപ്പെടാറുണ്ട് ഇങ്ങനെ വേണം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ യാത്ര എന്നാൽ നമുക്ക് ഒട്ടും വയബിൾ അല്ല. പ്രാക്ടിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നല്ല രീതിയിലൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലത്തെ റോഡുകൾ, ഇന്ത്യയിലത്തെ ടാക്സ് സിസ്റ്റം, ഇൻട്രസ്റ്റേറ്റ് ടാക്സുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അതിനുവേണ്ടി ഒരു ശ്രമം ഞങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് കോവിഡ് സമയത്തിൻ്റെ സാഹചര്യത്തിൽ അത് നടന്നില്ല. പക്ഷെ പിന്നീടും പല പ്രാവശ്യവും ഞങ്ങളത് ചിന്തിച്ചുവെങ്കിലും പക്ഷെ നമുക്കത് നടന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധത, ജനത്തിനോടുള്ള ഒരു പ്രതിബദ്ധത, പ്രത്യേകിച്ച് ടൂറിസം ഫീൽഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രതിബദ്ധത ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ചെയ്യണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനാദ്യമായിട്ട് എടുത്ത മോഡൽ ലോകത്ത് ഇതുപോലെ നടത്തുന്ന ഒരു ഗ്രാൻഡ് ടൂർ ഓഫ് സ്വിറ്റ്സർലൻഡ് ഇതുപോലെ ഒരു ടൂർ നടത്തുന്നുണ്ട്. ആ സ്വിറ്റ്സർലൻഡ് ടൂർ എന്ന് വെച്ചാൽ സ്വിറ്റ്സർലൻഡ് മുഴുവൻ കാണിക്കുന്ന ഒരു ഗംഭീര ടൂറാണ്. അത് വളരെ ഭംഗിയായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രസൻറ്റ് ചെയ്യുന്ന അതേ സ്റ്റൈലിലാണ് നമ്മൾ ഈ യാത്ര എടുത്തത്. അതിന് കൊടുക്കുന്ന പേരാണ് ദി ഗ്രേറ്റ് ഇന്ത്യ റോഡ് ട്രിപ്പ്. അടിപൊളി. പക്ഷേ അത് വേറെ കാര്യം, ഇപ്പോൾ ബെന്നി പറഞ്ഞതിൽ വേറെ കാര്യമുണ്ട്. ഈ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ആപ്പാടെ കേരളത്തിന് അത്രേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ മുഴുവൻ കാണിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ബെന്നി പറഞ്ഞതിൽ വേറൊരു വലിയ കാര്യമുണ്ട്. അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, വാർത്തകളൊക്കെ കാണുന്നുണ്ടല്ലോ, ഇന്റർസ്റ്റേറ്റ് ബസ് ഓടണമെങ്കിലൊക്കെ ഉള്ള ടാക്സുകളും പ്രശ്നങ്ങളും തലവേദന കേസുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മൾ ഓർക്കേണ്ടി ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെയും കൂടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെയും കൂടിയുള്ളൊരു സഹകരണം എല്ലാ സംസ്ഥാനത്തെയും സംസ്ഥാനത്തെയും ടൂറിസം ബോർഡുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിൽ 17 സംസ്ഥാനങ്ങൾ നമ്മളിതിൽ കവർ ചെയ്യുന്നുണ്ട്. 2 യൂണിയൻ ടെറിട്ടറി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 12,000 കിലോമീറ്ററോളം നമ്മൾ ഇത് കവർ ചെയ്യും. 34 ദിവസത്തെ
യാത്രയാണ്. അപ്പൊ ശരിക്കും ചുരുക്കം ആളുകളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ വലിയ തോതിലുള്ള ഒരു ആളുകളെ കൊണ്ടുപോയിട്ടുള്ള ഒരു ഇതല്ല. അതിൽ 50 പേരുടെ ഒരു വോൾവോ വണ്ടി 35 സീറ്ററിലേക്ക് ആക്കിയിട്ട് ഫ്ലൈറ്റിൽ പോകുന്ന പോലെ ഒരു ബിസിനസ് ക്ലാസ് പോകുന്ന പോലെ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഫുഡിനുള്ള സംവിധാനം, ഭക്ഷണം, അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ രുചികരമായ ഫുഡാണെങ്കിൽ പോലും മലയാളികൾ എപ്പോഴും ഇപ്പം ശ്രീനഗറിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ എപ്പോഴും വയറ് പ്രശ്നം. കാരണം ഇത് കടുകെണ്ണ പോലത്തെ സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇത്രയും സംസ്ഥാനങ്ങൾ കടന്നു പോകുമ്പോൾ എങ്ങനെ ഞങ്ങളുടെ വയറ് പ്രശ്നമില്ല നിങ്ങൾ തിരിച്ചുകൊണ്ടുവരും. അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ കാറ്ററിംഗ് ചെയ്യണേ. ഞങ്ങളുടെ ഫുൾ വാൻ, ഫുഡ് കാറ്ററിംഗ് വാൻ, അവർ ഫുഡ് പോകുന്ന വഴിക്ക് അവരുടെ രുചിക്കനുസരിച്ച് തനി നാടൻ മലയാളം ഭക്ഷണം കൊടുക്കും. അതായത് നമ്മുടെ ഈ ബസ്സിന്റെ കൂടെ ഒരു കാരവൻ ഓടും ഫുൾ. അവർ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലും, അവിടെ ചെയ്യും. ഹോട്ടലിൽ വേണമെങ്കിൽ ഹോട്ടലിലും എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ നമ്മുടെ ഫുഡ് അവർ ഇരിക്കാൻ സൗകര്യം ഉൾപ്പെടെ സെറ്റപ്പ് ആയിരിക്കും അവിടെ. അതിൽ ഫുൾ സെറ്റായിട്ട് നമ്മൾ പോകുന്നത്. പിന്നെ അതും മാത്രമല്ല, നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ പകല് മാത്രമേ ഉള്ളൂ. ഈ പകല് തുടങ്ങി ഒരു 6, 7 മണി 8 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 7 മണിക്കുള്ളിൽ എത്തി. അവിടെ ഹോട്ടലിൽ വേണമെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം പോയും. ബുഫേ മാത്രം, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നമ്മൾ ഹോട്ടലിൽ കൊടുക്കും. കാരണം ഇവർക്കും ഒരു വിശ്രമം വേണം. ലഞ്ചും ഡിന്നറും നമ്മൾ കഴിയുന്നിടത്തോളം അവിടെ ചെയ്യുന്നത്. അടിപൊളി. എല്ലാം അഭിരുചിക്കനുസരിച്ച് എന്ത് വേണമെങ്കിലും നമ്മുടെ പിള്ളേർ, നമ്മുടെ കുക്ക്, നമ്മുടെ ടീം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമ്മൾ കാണേണ്ട ഇന്ത്യയിലെ 7 വണ്ടേഴ്സ് ഉണ്ട്. ആ 7 വണ്ടേഴ്സ് നമ്മളിത് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ 7 വണ്ടേഴ്സ് എന്ന് വെച്ചാൽ ആദ്യത്തെ നമ്മുടെ ബാഹുബലി സ്റ്റാച്ചു, അതല്ല ഈ സിംഗിൾ ഇത് വലിയ ഒറ്റ കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആണ് ബാഹുബലി. പിന്നെ നമ്മുടെ വിജയനഗരം ഹംപി, അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിള്, പിന്നെ ഖജുരാഹോ ടെമ്പിള്, അതുപോലെ തന്നെ നളന്ദ അല്ല അജന്ത ഇല്ല നളന്ദ, ഇത് അതുമാതിരി കൊണാർക്ക് ടെമ്പിള്, പിന്നെ നമ്മുടെ താജ്മഹൽ. ഇങ്ങനെ ലോകത്തിലെ ഇന്ത്യയിലെ 7 വണ്ടേഴ്സ് നമ്മളിതിൽ കവർ ചെയ്യേണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ UN മറ്റേ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റേഴ്സ് ആണ്. ഇതിൽ പെടാത്ത യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റേഴ്സ്, അതിൽ നേരത്തെ പറഞ്ഞ അജന്ത, എല്ലോറ, അതുമാതിരി മഹാബലിപുരം, പിന്നെ തഞ്ചാവൂര്, ആഗ്ര ഫോർട്ട്, ദെൻ നമ്മുടെ ചണ്ഡീഗഡ് സിറ്റി. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ യുനെസ്കോ സാധനങ്ങളെയും, കാരണം നമ്മളിത് പ്ലാൻ ചെയ്തപ്പോൾ കൃത്യമായിട്ട് നമ്മളെടുത്തത് ഒരിക്കലും മേജർ സിറ്റീസിനൊന്നും നമ്മൾ കവർ ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ചു. ബോംബെ, ഡൽഹി, ഹൈദരാബാദ്, കാരണം അത് പിന്നെ ബീച്ച് ഡെസ്റ്റിനേഷൻ ഗോവ, അതൊക്കെ എല്ലാവരും നമ്മൾ കിട്ടത് ഇന്ത്യയെ അറിയുക, ഇന്ത്യയുടെ ഗ്രാമങ്ങൾ അറിയുക, നമ്മുടെ ഹെറിറ്റേജ് അറിയുക. അതാണ് നമ്മൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണ്. ഇപ്പം നമ്മളൊക്കെ ഇവിടുന്ന് ഓടിച്ചു പോയ സമയത്ത് ഇത് ഒറ്റയടിക്ക് കണ്ടതല്ല, പല തവണയായിട്ടൊക്കെ പോയി കണ്ടതാണ്. തന്നെയല്ല നിങ്ങളിപ്പോൾ അജന്ത, എല്ലോറ അല്ലെങ്കിൽ അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ചില സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങളായിട്ടൊരു യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം പല ഫ്ലൈറ്റുകൾ, പല ട്രെയിനുകൾ, പല ദിവസങ്ങളൊക്കെ വരും. ഇത് പക്ഷേ ഒറ്റയടിക്ക്. പിന്നെ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലോകത്തിലെ ഇതുകളൊരു സംഭവം തന്നെയാണ്. അതും നമ്മൾ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമ്മൾ കാണേണ്ട എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സമൂലമായ 34 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞോട്ടെ, എനിക്കിപ്പോൾ ഈ ബസ്സിൽ വരണ്ട, എനിക്ക് എൻ്റെ വണ്ടി ഓടിച്ച് കൂടാൻ ഒരു കുഴപ്പമില്ല. നമ്മളതിനെ സംവിധാനം ചെയ്യും. നിങ്ങൾക്ക് സ്വന്തമായി വാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനത്തിൽ വരാം. അതിൽ ഞങ്ങളുടെ ഫുള്ളായിട്ട് ഉണ്ടാവും, ഞങ്ങളുടെ കൂടെ വണ്ടി ആയിട്ട് നിങ്ങൾക്ക് കൂടാം. ഇനി വാഹനങ്ങളില്ലാത്തവർക്ക് നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് അവരെ കംഫർട്ടായിട്ട് പോകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളൊരു മെഡിക്കൽ വിങ്ങും കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഡെയിലി ഇവരെയുള്ള ഫുഡും കൊടുക്കണം, ഡെയിലി കൊടുക്കണം മരുന്നുകൾ ഞങ്ങൾ കൊടുക്കും. എല്ലാം ആയുർവേദിക് മരുന്നുകൾ ഞങ്ങൾ ഡെയിലി ഞങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി വരാതിരിക്കാൻ, ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ, അതുപോലെ തന്നെ യാതൊരു പനിയോ വയറൊക്കെ അസുഖമോ അതൊന്നും ഇല്ലാത്തുള്ള ഫുൾ മെഡിക്കൽ കിറ്റ് ഡെയിലി ഞങ്ങൾ കൊടുക്കും. ചെറിയ പരിപാടിയല്ല, ഗംഭീര ഒരുക്കണം. കാരണം ഇവരുടെ സേഫ്റ്റി നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഞങ്ങൾ തന്നെ ചോക്കണം. എനിക്കിപ്പോൾ ഒരു കാശ്മീർ എത്തി, എനിക്ക് മതി തിരിച്ചു പോകണം. പിന്നെ ഇതിൽ ഫസ്റ്റ് ലെഗ് നമ്മുടെ ശരിക്കും ഇത് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയാണ്. അപ്പോൾ ആദ്യത്തെ ലെഗ് കന്യാകുമാരി പിന്നെ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചിട്ട് നമ്മൾ ശ്രീനഗർ വന്ന് നിൽക്കും, കാശ്മീർ നിൽക്കും. കാശ്മീർ നിന്ന് കഴിഞ്ഞാൽ 15ാമത്തെ ദിവസം കൊണ്ട് കാശ്മീർ കഴിയും. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബ്രേക്ക് ചെയ്യാം, സെക്ഷൻ നമ്പർ 1. പക്ഷേ അതുപോലെ തന്നെ
അത് കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാം, 34 ദിവസം കൊണ്ട് തീർക്കും. തിരിച്ച് കാശ്മീരിൽ നിന്ന് കന്യാകുമാരി. പക്ഷെ ഞങ്ങൾക്കൊക്കെ 35 സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ ഫുൾ റൗണ്ടിലാണ്. കാരണം എനിക്ക് തോന്നുന്നു കാശ്മീരിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി അതാണ് ശരിക്കുള്ള കാണുന്നത്. സെക്കൻഡ് ലെഗാണ് വളരെ ബ്യൂട്ടിഫുൾ. നമ്മൾ അത് സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെയാണ്. അത് ശരിക്കും അതിൻ്റെ പുറകിൽ വലിയൊരു എഫേർട്ടുണ്ട്. നമ്മൾ നാളുകളായിട്ടുള്ളതിൻ്റെ പുറകിലുള്ള റിസർച്ച് ഇതാണ്. കാരണം ഏറ്റവും സുഖകരമായി ഏറ്റവും വയബിളായിട്ട് പോകണം, ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ശരിക്കും നമുക്കും വളരെ എന്തെങ്കിലും ഓപ്പറേഷണലി എന്തൊക്കെ ചലഞ്ച് വരാവുന്നുണ്ടോ എന്നുള്ള ആ ചലഞ്ചസൊക്കെ മുന്നിൽ കൊണ്ടുകൊണ്ടാണ് ചെയ്തത്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ട്രഡീഷണൽ ഡാൻസ് പെർഫോമൻസ് ഒക്കെ നമ്മളവിടെ വൈകുന്നേരങ്ങളിൽ അതും ആസ്വദിക്കാനുള്ളൊരു പ്ലാൻ. ശരിക്കും ഇത് വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം ഞാൻ ആലോചിച്ചെന്നറിയോ പിന്നെ ഇപ്പം ഈ കൊച്ചിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഈ ബൈ റോഡ് കൊണ്ടുപോകുന്ന കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട്. 2-3 ട്രിപ്പ് കഴിഞ്ഞു. പക്ഷേ ആരും ഇന്ത്യക്കകത്തുള്ള ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചില വെല്ലുവിളികൾ ഉള്ളതുകൊണ്ടാണ്. അല്ല, യഥാർത്ഥത്തിൽ അത് ലാഭകരമല്ല ചെയ്യാൻ. പിന്നെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രി. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് കിടക്കുമ്പോൾ കേരളം വണ്ടിയിൽ തമിഴ്നാട്ടിൽ കിടക്കുമ്പോൾ തമിഴ്നാട് കട്ട വയ്ക്കും, തമിഴ്നാട്ടിൽ കർണാടക വെച്ച് അവിടെയും ഉടക്കി വയ്ക്കും, തിരിച്ചു വരുമ്പോഴും പ്രശ്നങ്ങൾ 100 കൂട്ടം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതിനൊന്നും ആരും ഇല്ല. നമ്മളെന്തായാലും ഈ ഒരു ഗ്രൂപ്പ് ഗംഭീരമായിട്ട് നടത്തും. പിന്നെ നമ്മളൊരു റോഡ് മാപ്പ് എന്താ പറയുക, ഗ്രേറ്റ് ഇന്ത്യ റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രാൻഡ് സ്വിറ്റ്സർലൻഡ് ഗ്രാൻഡ് ടൂർ ഓഫ് സ്വിറ്റ്സർലൻഡ് പോലെ ഗ്രേറ്റ് ഇന്ത്യ റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞൊരു മാർഗരേഖ ഉണ്ടാക്കി നമ്മൾ കൊടുക്കും. പിന്നെ ആളുകൾക്ക് ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കാരണം ഇത് നമ്മുടെ ഒരു കടമയാണ്. കാരണം ടൂറിസം രംഗത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തോട് തന്നെ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ വിക്ടോറിയ ഫോൾസ് കാണാൻ പോയപ്പോൾ അതിനുശേഷം നമുക്കൊരു ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ഇല്ലായിരുന്നിട്ട് സാംബിയയിൽ നിന്ന് സിംബാബ്വെ കടന്ന് സൗത്ത് ആഫ്രിക്ക വരെ നമ്മൾ ബസ്സിൽ പോയി. ഒരു തയ്യാറെടുപ്പില്ലായിരുന്നു അല്ലേ? ഒരു ബസ് വൈകുന്നേരം ബുക്ക് ചെയ്യേണ്ടി വന്നതേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 17 രാജ്യങ്ങളാണ്. ശരിക്കും 17 സംസ്ഥാനത്ത് രാജ്യങ്ങളാണ്. അത് വിവിധ സംസ്കാരങ്ങൾ, വിവിധ ജനങ്ങൾ, ഭാഷ. അപ്പൊ ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഇതിൻ്റെ അത് ഈ ഗൈഡ് എന്ന് പറയുന്നത് എങ്ങനെയാ? നമുക്ക് ഒരേ ഗൈഡാണോ? ഗൈഡ് ഞങ്ങൾ ഈ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ദേശീയ ഗൈഡുമാരെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകണം. അവർ ഫുൾ സമ്പൂർണ്ണ സേവനം നമ്മളുണ്ട്. അവർ നല്ല സ്റ്റഡീഡ് ആയിട്ടുള്ള നാഷണൽ ലൈസൻസ് കിട്ടിയ നല്ല ഗൈഡുമാരെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് അവരെ വരാൻ വയ്യോ പ്രശ്നങ്ങൾ വരാതെ നമുക്ക് കോർഡിനേഷൻ പ്രോപ്പർ വരാതെ ഒക്കെ സെൽഫ് റിലയൻ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കും കൂടെ വരും. പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസിന് മെഡിക്കൽ ചെയ്യാനുള്ളവർക്കൊക്കെ അവർക്കും ഇതിൽ കൂടാം. കാരണം മെഡിക്കൽ ടീമിൽ ഞങ്ങൾ കുറച്ച് പേരെ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആണെങ്കിലും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന അവരെയും ഇന്ത്യ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിന് കൂടെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. കാരണം ഒരു ബസ് അത് തന്നെ വരും ആൾക്കാർ. അതല്ല കാരണം വെച്ചാൽ നമുക്കിത് ഏറ്റവും കംഫർട്ടായ രീതിയിൽ നടക്കണം, ആളുകൾക്ക് ഏറ്റവും സുഖകരമാവണം. പിന്നെ നമ്മൾ ഇന്ത്യയെ കാണിക്കുക എന്നുള്ള നമ്മുടെ ഒരു ലക്ഷ്യം അത് നമുക്ക് ഇതിലൂടെ പൂർത്തീകരിക്കപ്പെടണം. അതാണ് നമ്മൾ ഈ യാത്രയുടെ പ്രധാനമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതുപോലെ ബെന്നിയുടെ കാര്യത്തിൽ ബെന്നിയുടെ കൂടെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ 17-18 രാജ്യങ്ങൾ പോയതുകൊണ്ട് എനിക്കറിയാം ബെന്നി ഏറ്റവും മികച്ച ഹോട്ടലുകൾ ഒക്കെയാണ് നമ്മുടെ യാത്രയിൽ തരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഹോട്ടലുകളുള്ള ഇന്ത്യയിലാണ്. എങ്കിൽ പോലും നമ്മൾ ഈ ഒരു യാത്രയിൽ അത്ര എല്ലാ സ്ഥലത്തും 4 സ്റ്റാർ ഒക്കെ കിട്ടണമെന്നില്ല. അതെങ്ങനെയാണ്? അത് ഒരുവിധം നമ്മൾ താമസിക്കുന്നത് തന്നെ ഈ 4 സ്റ്റാർ ഹോട്ടൽ തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അത് മേജർ സിറ്റികളിലൊക്കെ നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ഈ പറഞ്ഞ് കുറച്ചും കൂടിയും റിമോട്ട് സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ശ്രാവണബെളഗുള, ബാഹുബലിയുടെ അവിടെ വരുമ്പോൾ അവിടെ നമ്മൾ കിട്ടണമെന്നില്ല. പക്ഷെ നമുക്കൊരു ക്വാളിറ്റി ഉണ്ട്. നമ്മൾ കൊടുക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഹോട്ടലിൽ കൊടുക്കുന്നതാണ്. അത് ഒന്നുകിൽ അത് ഞങ്ങൾ ഹോട്ടലിൽ തന്നെ ഞങ്ങൾ കേറ്റർ ചെയ്യും, അല്ലെങ്കിൽ ഹോട്ടലിലെ ഭക്ഷണം നമ്മൾ കൊടുക്കും. അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് പോകണം. പിന്നെ സമയം ഡിലേ വരാതിരിക്കണം. ഭക്ഷണം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും മാനേജ് ചെയ്യാം. മറ്റേതാവുമ്പോൾ അയ്യോ റെസ്റ്റോറൻറ്റ് അടയ്ക്കുമോ, റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യും. നമ്മൾ ചെറിയൊരു തലവേദനയല്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണം നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് കഴിച്ചു പോകുമ്പോൾ അത് വയറും നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഭക്ഷണം നമ്മൾ ഏർപ്പാടാക്കുന്നത് വിചാരിച്ചത്. അല്ലാതെ മറ്റുള്ള വിധത്തിൽ വേണ്ടിയല്ല. ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു എഫേർട്ടല്ല. ഇവരുടെ ടീമും ആരൊക്കെയും വയ്യാതെ വന്നാലും അങ്ങനെ എന്ത് വന്നാലും നമുക്ക് അതും പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ തുടങ്ങുന്നത് കൊച്ചിയിൽ നിന്നാണ്. നമ്മൾ ഒക്ടോബർ 20-നാണ് കൊച്ചിയിൽ നിന്ന് അത് ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുന്നത്. അത് രാവിലെയാണ് നമ്മൾ തുടങ്ങുന്നത്. കൊച്ചിയിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് മൈസൂരിലേക്കാണ്. മൈസൂരിൽ പോയി അവിടുത്തെ മൈസൂർ പാലസ് ഉൾപ്പെടെ കാഴ്ചകൾ കാണാം. മറ്റേ ശ്രീരംഗപട്ടണം കണ്ടിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ മൈസൂർ താമസിക്കുകയാണ്. മൈസൂരിൽ നിന്നാണ് നമ്മൾ ഈ ശ്രാവണബെളഗുള എന്ന് വെച്ചാൽ ഈ ബാഹുബലിയുടെ സ്റ്റാച്ചു, ഇന്ത്യയിലെ ഏറ്റവും ഉയരം ഒറ്റക്കല്ല് തീർത്ത
ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആണ്. അത് ഒരു വലിയൊരു സംഭവമാണ്. അവിടുത്തെ ഈ കുംഭമേള പോലെ അവരുടെ ഒരു മഹോത്സവമൊക്കെ ഉണ്ട്. ആ മഹോത്സവത്തിൽ പാലും 12 വർഷത്തെ പാലാഭിഷേകം, നെയ്യാഭിഷേകം അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അത് 2030 വരെയാണ്. അപ്പം അത് ഒരു വലിയ ഒരു മോനുമെൻ്റാണ്. അത് നമ്മൾ കണ്ടിട്ട് നമ്മളവിടെ താമസിക്കണം. അങ്ങനെ ബാഹുബലിയുടെ സ്റ്റാച്ചു കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് ഹംപിയിലേക്കാണ്. ഹംപി എന്ന് പറയുമ്പോൾ അറിയാലോ, ഏറ്റവും വിജയപുരം സാമ്രാജ്യത്തിന്റെ നട്ടലായ ഒരു ഇതാണ്. 1500 BC ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും സിറ്റി ആയിരുന്നു ഈ പറഞ്ഞ. അതായത് ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ഒരു സിറ്റി ഉണ്ടാക്കുന്നത് അതേപോലെ എല്ലാം അതിന്റെ അവിടുത്തെ ആനക്കൂട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം കിടങ്ങി. അതുപോലെ തന്നെ അവിടുത്തെ ഇത് വീല്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിജാപ്പൂർ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഹിന്ദു സംസ്കാരത്തിൽ അടിസ്ഥാനപ്പെട്ടാണെങ്കിലും അവിടെ നിലനിൽക്കുന്ന മറ്റേ ഇസ്ലാം മോനുമെന്റ്സും ക്രിസ്ത്യൻ മോനുമെന്റ്സും നമ്മളതിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു സെക്കുലർ കൺട്രി ആയതുകൊണ്ട് ഈ സെക്കുലറായിട്ടുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ബിജാപ്പൂർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും മലയാളികൾ വണ്ടി ഓടിച്ചൊക്കെ ഹംപി പോകാറുണ്ടെങ്കിലും അതിനുശേഷം ബിജാപ്പൂരേക്ക് പലരും എത്തിപ്പെടുന്നില്ല. ബിജാപ്പൂർ എന്ന് പറഞ്ഞാൽ കർണാടകത്തിന്റെ മഹാരാഷ്ട്രയുടെ ബോർഡറാണ്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫ്രീ സ്റ്റാൻഡിങ് ഗോൾ ഗുംബസ്. അതായത് അതൊരു ഇതാണ്, ശവകുടീരമാണ് അവിടെ. പിന്നെ സൂഫിയുടെ അവരുടെ ഒരു പറയും അവരുടെ ഒരു വലിയൊരു ടൗൺഷിപ്പാണ്. ബിജാപ്പൂരിൽ കണ്ടത് നമ്മളടുത്തത് ഔറംഗാബാദ് പോകണം. ഔറംഗാബാദ് നമ്മുടെ ലക്ഷ്യം, അജന്ത എല്ലാവരും. ഔറംഗാബാദിൽ ചെന്ന് ഔറംഗാബാദ് താമസിക്കുകയാണ്. അവിടെ 2 ദിവസം നമ്മൾ ഔറംഗാബാദിൽ താമസിക്കും. അതിൽ ചെന്ന ദിവസം അവിടെ താമസിച്ചു. പിറ്റേ ദിവസം നമ്മൾ ആദ്യം അജന്ത കേവ്സും എല്ലാവ കേവ്സും. രണ്ടിനെ കുറിച്ച് പ്രത്യേകം വിവരിക്കേണ്ട, എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞ ഇതിനെ അതിശയിപ്പിക്കുന്നത് ഒരു മല നിർത്തി ആ മല തുറന്നുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതിൽ ആദ്യത്തെ അജന്ത എന്ന് പറയുന്നത് ഏകദേശം ഒരു 4-5 BC ഉണ്ടാക്കിയെന്ന് ആലോചിക്കണം. അതുമാതിരി നമ്മുടെ ബാഹുബലി ഉണ്ടല്ലോ, ബാഹുബലി 986 BC ഇത്ര മാത്രം കിൻഡൽ തൂക്കമുള്ള ഈ സാധനം 57 അടിയാണ് ഇതിന്റെ ഹൈറ്റ്. ഈ സാധനം ഒരു മലയുടെ മുകളിൽ ഉണ്ടാക്കി ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. എങ്ങനെ ഇതൊക്കെ നടത്തും? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിദേശത്തൊക്കെ പോയി ഓരോ സാധനം കാണുമ്പോഴേക്കും വാ വിളിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയെ പറ്റി ശരിക്കും അല്ലെ, യഥാർത്ഥത്തിൽ വിദേശികൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ കാണാൻ വരുന്നത് നമ്മുടെ ഹെറിറ്റേജ് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളാരും ഇത് കണ്ടല്ലേ, അവർ ചിന്തിക്കണം ഇവരെന്തിനാ നമ്മുടെ അടുത്തേക്ക് വരണത്, നമ്മൾ അങ്ങനെ നമ്മൾ അജന്ത എല്ലോറ മുഴുവൻ കണ്ടു. 2 ദിവസം നമ്മൾ ഔറംഗാബാദിൽ താമസിക്കണം. നമ്മൾ ഔറംഗാബാദ് കഴിഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് നേരെ ഗുജറാത്ത് പോകണം. ഗുജറാത്തിൽ നമ്മുടെ ലക്ഷ്യം പട്ടേലിൻ്റെ പ്രതിമയാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമ്മൾ നാസിക്ക് പോവാണ്. നാസിക്കിൽ അറിയാലോ നമുക്ക് ഇന്ത്യയുടെ വൈൻ സിറ്റി, വൈൻ വിനിയാടുകളൊക്കെ അവിടെ. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഘട്ടൊക്കെ ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. ആ വെസ്റ്റേൺ ഘട്ടന്റെ ആരംഭം നമുക്ക് അവിടെ കാണാം. ആ മലനിരകൾ കയറിയിട്ടാണ് നമ്മൾ ഗംഭീര യാത്ര. ആ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ അങ്കലേശ്വരിലേക്ക് എത്തണം. അങ്കലേശ്വരിക്ക് എത്തിയിട്ട് അവിടെ അങ്കലേശ്വർ താമസിക്കണം. പിറ്റേ ദിവസം അങ്കലേശ്വർ നമ്മൾ നേരെ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മൾ കാണണം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടിട്ട് നമ്മൾ നേരെ ഉദയ്പൂർ താമസിക്കണം. ഉദയ്പൂർ പിന്നെ നമ്മൾ രാജസ്ഥാനിലേക്ക് കടന്നു. ഉദയ്പൂരിൽ ഓഫ് കോഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ കടക്കുന്നില്ല. അവിടെ കണ്ട അവിടുത്തെ പാലസുകൾ, സിറ്റി, അവരുടെ മെയിൻ സിറ്റി പാലസ്, അങ്ങനെ എല്ലാം കണ്ടിട്ട് ഉദയ്പൂരിൽ നിന്ന് നമ്മൾ അവിടെ താമസിക്കണം. പിറ്റേ ദിവസം ഉദയ്പൂരിൽ നിന്ന് അജ്മീർ പോകണം. അജ്മീർ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ സൂഫിയുടെ മെയിൻ രണ്ടാമത്തെ സ്ഥലമാണ്. അപ്പോൾ 2 ഇസ്ലാമിക് സെൻറ്റേഴ്സ് നമ്മളതിൽ ചെയ്യുന്നുണ്ട്. അജ്മീർ ദർഗയുണ്ട്. പിന്നെ അജ്മീറിലും ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് അത് വിശദമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല കാഴ്ചയുണ്ട്. പിന്നെ ഉദയ്പൂരിലും കാഴ്ചകളുണ്ട്. ഉദയ്പൂരിലെ കൊട്ടാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടുത്തെ ലേക്ക് ഉണ്ട്, പല ഇതുണ്ട്. അതും രണ്ടും നമ്മളവിടെ കണ്ടിട്ട് നമ്മളവിടെ അജ്മീർ താമസിക്കണം. അജ്മീറിൽ താമസിക്കുന്നതിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അജ്മീറിൽ നിന്ന് നമ്മളുടെ ലക്ഷ്യം ജയ്പൂരാണ്. ഈ ജയ്പൂരിക്ക് പോകുന്നതിന് മുമ്പാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് ലേക്ക്, സാമ്പാർ ലേക്ക് കാണുന്നത്. നമ്മുടെ ഒരുപാട് ഇപ്പോൾ PK സിനിമ, ഒരുപാട് സിനിമകൾ പിടിച്ചിട്ടുള്ള സോൾട്ട് ലേക്കാണ്. അതുപോലെ അവിടെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും, ഈ ഫ്ലെമിംഗോസ് ഒക്കെ ഒരുപാട് വരുന്ന ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ലേക്കാണ് നമ്മൾ അവിടെ കാണുന്നത്. അജ്മീർ കഴിഞ്ഞിട്ട്
അവിടുന്ന് നമ്മൾ ജയ്പൂർ താമസിക്കണം. പിറ്റേ ദിവസം ജയ്പൂരിലേക്കും ജയ്പൂർ സിറ്റി ഓഫ് പാലസസ് എന്നല്ല അറിയാലോ, അതുമാതിരി പിങ്ക് സിറ്റി, അവിടുത്തെ ഹവാമഹൽ, അവിടുത്തെ സിറ്റിയുടെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടതിന് ശേഷം അവിടെ നിന്നും നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കുരുക്ഷേത്രയാണ്. എനിക്ക് തോന്നുന്നില്ല ആരും ഇവിടെ നിന്ന് ഒരു കുരുക്ഷേത്രം എന്നൊരു ഗ്രൂപ്പ് പോയിട്ടുണ്ടാവുന്നില്ല. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം നടത്തിയ സ്ഥലം, യുദ്ധം നടന്ന സ്ഥലം, അവിടെ നിന്നൊരു വലിയൊരു ലേക്കും ആ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഗംഭീരമായ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സമയങ്ങൾ വഴിയുള്ള ഇതുകൾ സ്മാരകങ്ങളൊക്കെ ആയിട്ട് ഗംഭീര സ്ഥലമാണ്. അപ്പോൾ ആ കുരുക്ഷേത്രത്തിൽ നമ്മൾ പോയി കുരുക്ഷേത്രം താമസിക്കുകയാണ്. കുരുക്ഷേത്രയിൽ നിന്നാണ് പിറ്റേ ദിവസം നമ്മൾ അമൃത്സർ പോകുന്നത്. അമൃത്സർ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ, അതുമാതിരി വാഗ ബോർഡർ, പിന്നെ ജാലിയൻ വാലാബാഗ്, എല്ലാ സ്ഥലങ്ങളും നമ്മൾ അമൃത്സറിൽ കാണണം. അങ്ങനെ നമ്മൾ അമൃത്സറിൽ താമസിച്ചു. അമൃത്സറിൽ താമസിച്ചിട്ട് പിന്നീടാണ് ഇത് അഡ്വഞ്ചറസ് യാത്ര പത്താൻകോട്ട് വഴിക്ക് ജമ്മു. അതൊരു യാത്രയാണ്. അത് ഒരു സൈഡിൽ ഹിമാലയം വരും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അതൊരു അഡ്വഞ്ചറസ്. ഞങ്ങൾ ആദ്യം ഡൽഹി പോയി തിരിച്ചു വരാമെന്ന് വിചാരിച്ചില്ല. പക്ഷെ നമ്മൾ അങ്ങനെ വിടമാട്ടേൻ അപ്പടിയൊന്നും വിടമാട്ടേൻ എന്തായാലും നമ്മളവിടെ പോയി. അപ്പൊ ഇപ്പൊ നല്ല ഗംഭീര റോഡൊക്കെ. മുമ്പ് ഞങ്ങൾക്ക് ഇത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നല്ല റോഡ് വെച്ചു. നമ്മുടെ മോദി വന്നാലാണ് കുറെ ഗുണം കിട്ടി. മോഡിജി ഇങ്ങനെ വന്നുകൊണ്ട് കുറെ ഇൻഫ്രാസ്ട്രക്ചറിൽ അദ്ദേഹം ചെയ്യണം. അപ്പൊ അവിടെ നമ്മുടെ വലിയ പാലൊക്കെ റെയിൽവേ പാലം വരുന്നൊക്കെ റൂട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജമ്മുവിലെത്തണം. ജമ്മുവിൽ എത്തി കിട്ടിയ അതും യാത്രയും അങ്ങനെയുള്ള ആ ജമ്മുവിലെത്തി കഴിയുമ്പോൾ ജമ്മുവിൽ നിന്നും നെക്സ്റ്റ് ഡേ നമ്മൾ നമ്മുടെ സ്വപ്ന നഗരി നമ്മുടെ ശ്രീനഗറിലെത്തണം. ഭൂമിയിലെ സ്വർഗ്ഗം. അതും എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ ബെന്നി ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ ഡൊമസ്റ്റിക് ടൂറുകളിൽ ശ്രീനഗർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെല്ലാം കൊച്ചിയിൽ നിന്നും ഡൽഹി ഫ്ലൈറ്റ്, ഡൽഹിയിൽ നിന്നും കാശ്മീർ ഫ്ലൈറ്റ്. പക്ഷേ കാശ്മീരിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ജമ്മുവിൽ നിന്ന് ഉധംപൂർ വഴി പോവാന്നുള്ളതാണ്. അതൊരു അമേസിംഗ് ട്രിപ്പാണ്. എനിക്ക് ഈ ഐറ്റിനറിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഫ്രം അമൃത്സർ ടു ശ്രീനഗറാണ് നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്യാൻ പോകുന്നത് യാത്ര എന്ന് പറയുന്നത്. അതന്നെ, അതാണ് നമ്മളും അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കും ആ ഒരു ധൈര്യവും വരാനും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ശ്രീനഗർ 2 ദിവസം ശ്രീനഗറിലാണ്. അത് 15-ാമത്തെ ദിവസം ശ്രീനഗറിൽ നമ്മുടെ ഫസ്റ്റ് ലെഗ് തീരാണ്. അപ്പോൾ അവിടെ വണ്ടിക്ക് നമ്മളൊരു വിശ്രമം കൊടുക്കണം, വണ്ടികൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ അവിടെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രീനഗറിൽ നിന്നും 2 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആളുകൾക്ക് ഒരു സെക്ഷൻ പോകുന്നവർക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 35 സീറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കഴിയുന്നതോളം ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന അതാണ്. ഇതൊക്കെ പറഞ്ഞാരം കൊണ്ടൊക്കെ കഴിയുന്ന സീറ്റുകളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ലെഗ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് നേരെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് നേരെ തിരിച്ച് ചണ്ഡീഗഡ് വേണം. ചണ്ഡീഗഡ് സിറ്റി അറിയാലോ, യുനെസ്കോ വേൾഡ് ഇന്ത്യയിലെ ഏറ്റവും പ്ലാൻഡ് സിറ്റിയാണ്, ഗംഭീര സിറ്റിയാണ് ചണ്ഡീഗഡ്. ചണ്ഡീഗഡിന് അവരുടെ സിറ്റി സെൻറ്റർ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സിറ്റി സെൻറ്ററുകളിലാണ്. അപ്പോൾ ചണ്ഡീഗഡ് കണ്ട് ചണ്ഡീഗഡ് താമസിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ചണ്ഡീഗഡിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ ഗംഗ തീരം ഹരിദ്വാർ എത്തണം. ഗംഗയിലെ ഹരിദ്വാറിൽ അവിടെ ഈ സ്നാനവും ഇവരുടെ ഹരിദ്വാറിലെ എല്ലാ ആരതി ഉൾപ്പെടെയുള്ള അത് കാണാനുള്ള അവസരമൊക്കെ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരിദ്വാറിൽ താമസിക്കുകയാണ്. പിറ്റേ ദിവസം ഹരിദ്വാറിൽ നിന്ന് നമ്മൾ മീററ്റിലേക്ക് പോകണം. അപ്പോൾ പാനിപ്പട്ട്, മീററ്റ് ഇതൊക്കെ പഴയകാലത്തെ യുദ്ധ സ്മാരകങ്ങളാണ്. അങ്ങനെ മീററ്റിൽ പോയിട്ട് മീററ്റ് താമസിക്കുകയാണ്. മീററ്റിൽ നിന്നും അവിടെ താമസിച്ച് നെക്സ്റ്റ് ഡേ അവിടെ നമ്മുടെ ആഗ്രയിലേക്ക് വരണം. ആഗ്രയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ അഭിമാനം താജ്മഹൽ. അപ്പോൾ ഒരിക്കലും ശ്രീനഗറിൽ നിങ്ങൾ തങ്ങില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ തിരിച്ചവിടെ നിന്ന് പോരില്ല എന്നുള്ളതാണ് ബെന്നി ഇപ്പോൾ പറഞ്ഞു വരുന്നത്. തിരിച്ച് താജ്മഹലിലേക്കാണ്. ഇല്ല, താജ്മഹൽ കണ്ടില്ലെങ്കിൽ എവിടെ ഇന്ത്യ. താജ്മഹൽ നമ്മൾ കണ്ട്, അതുമാതിരി ആഗ്ര ഫോർട്ടും കണ്ട് നമ്മൾ അവിടെ താജ്മഹലിൽ അവിടെ താമസിക്കണം, ആഗ്രയിൽ താമസിക്കണം. ആഗ്രയിൽ നിന്നാണ് അടുത്ത നെക്സ്റ്റ് വണ്ടർ, വേൾഡ് വണ്ടറിൽ വരുന്ന ഈ ഖജുരാഹോ വിളിച്ചിട്ടും പോയിട്ടുണ്ടല്ലേ? ഓക്കെ. ഖജുരാഹോ പോലെ റോക്കറ്റ് അവരുടെ ടെമ്പിളും കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ഈ 2 വിധത്തിൽ സ്നേഹത്തിൽ, ലവ് ആൻഡ് സ്പിരിറ്റ് അല്ലേ, അത് ഖജുരാഹോ. അതൊരു ഗംഭീര ശിലകളും അതിൻ്റെ ശാലങ്ങളും എന്നൊക്കെയാണ് അല്ലേ, പലതും. അത് ശരിക്കും കാണിച്ചുകൊണ്ട് ഖജുരാഹോ കാണിച്ചിട്ട് നമ്മൾ അവിടെ താമസിക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഖജുരാഹോയിൽ നിന്നും നമ്മുടെ അയോധ്യയിലേക്ക് വരണം. അയോധ്യനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ഇന്ത്യയിലെ ഏറ്റവും ഹോട്ട് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അയോധ്യയും കൂടിയും നമ്മൾ ഉൾപ്പെടുത്തി. അവിടെയും ഈ പറഞ്ഞ ആരതി, വൈകുന്നേരത്തെ ആരതി അല്ലേ അവിടെ ഉണ്ടോ ആരതി? അവിടെ വൈകുന്നേരം പിന്നെ അവിടെ അതും ഉൾപ്പെടെയുള്ള രാമൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം. അത് നമ്മളത് അവിടെ കാണിച്ചിട്ട് നമ്മൾ അയോധ്യയിൽ താമസിക്കുകയാണ്. പിറ്റേ ദിവസം നമ്മൾ അയോധ്യയിൽ നിന്നും നമ്മൾ വാരണാസി പോകണം. വാരണാസിയിലാണ് ഈ പറഞ്ഞ ആരതി.
അത് വാരണാസി ഇപ്പം ഈ പഴയ പോലല്ല, പണ്ടൊക്കെ ഞാനൊക്കെ പോയിട്ട് മടുത്തു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഭയങ്കര അത് വെച്ചാൽ ഇതിനോട് ചേർന്നില്ല. ഈ പറഞ്ഞ അയോധ്യയും കൂടി വന്നില്ല, വന്നപ്പോൾ അതൊരു പിൽഗ്രീം സ്പോട്ടായി. അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ഇപ്പം പഴയതുപോലെയല്ല, കുറച്ചും കൂടി നല്ല രീതിയിൽ ഇപ്പോൾ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ വാരണാസിയിൽ നിന്നുകൊണ്ട് നമ്മൾ നളന്ദയിലേക്ക് എത്തണം. അതും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല ആരും കൊണ്ടുപോയിട്ടില്ല നളന്ദ. ലോകത്തിലെ ഏറ്റവും പുരാതന യൂണിവേഴ്സിറ്റിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി. അതും റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി, BC-യിലുണ്ടായ യൂണിവേഴ്സിറ്റി. ലോകത്തിലെ ഒരുപാട് ആളുകളുണ്ടായ 2 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ്. ഒന്ന് നളന്ദയും തക്ഷശീലം. തക്ഷശീലം ഇപ്പോൾ പാകിസ്ഥാനിലാണ്, നടക്കില്ല. നളന്ദയാണ് ഉള്ളത്. ആ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി, അവരുടെ ആർക്കൈവൊക്കെ, അവരുടെ ലോകത്തിലെ ആർക്കൈവ് എന്ന് വെച്ചാൽ ഇതുവരെ ഒരു സ്ഥലത്തും ഇല്ലാത്ത, ഈജിപ്തിനേക്കാളും മികച്ച ആർക്കൈവാണ് നമ്മുടെ നളന്ദയിലുണ്ടായത്. ഒക്കെ നശിപ്പിക്കപ്പെട്ടു പോയി, അവശിഷ്ടങ്ങളുള്ളൂ. പക്ഷേ അതെ, ബെസ്റ്റ് ഇതിൻ്റെ. അങ്ങനെ നളന്ദയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഈസ്റ്റ് സൈഡിലേക്കാണ് പോകാൻ പോകുന്നത്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ദുർഗാപൂരാണ്. ദുർഗാപൂർ എന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു കൽക്കട്ട, വെസ്റ്റ് ബംഗാളിലേക്കാണ്. അങ്ങനെ ദുർഗാപൂരിൽ പോകും. അവിടുത്തെ മികച്ച സൈറ്റ് സീയിങ് കാണുന്നുണ്ട്. കണ്ട് നമ്മൾ ദുർഗാപൂർ താമസിക്കുകയാണ്. പിന്നെ അവിടെ നമ്മൾ കൽക്കട്ട എത്തണം. കൽക്കട്ട സിറ്റിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യം, പറഞ്ഞ മലയാളികളുടെ നൊസ്റ്റാൾജിക് ആണ്. കാരണം കേരളമായിട്ട് എല്ലാ തരത്തിലും CPM ഉൾപ്പെടെയുള്ള ബന്ധങ്ങളല്ല ഉള്ള സ്ഥലമാണ്. അത് മാത്രമല്ല വിക്ടോറിയൽ മൂവ്മെന്റ്, അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകൾ ഗംഭീര സംഭവമാണ്. ഇൻക്ലൂഡിങ് ഇപ്പോൾ മദർ തെരേസയുടെ പോലും നമുക്ക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഉള്ള ഒരു സ്ഥലമാണ് അത്. അവിടെ കണ്ടിട്ട് നമ്മളവിടെ കൽക്കട്ട താമസിക്കണം. നെക്സ്റ്റ് ഡേ നമ്മൾ കൽക്കട്ടയിൽ നിന്നും നമ്മൾ പോകുന്നത് ഭുവനേശ്വരാണ്. അതെ. ഈ ഭുവനേശ്വറിലേക്ക് പോകുന്നതിന് മുമ്പാണ് നമ്മുടെ കട്ടക്ക് പോകുന്നത്. അവിടെയാണ് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വീടൊക്കെ ഉള്ളത്, ജനിച്ച സ്ഥലം. വേറൊരു കാര്യങ്ങളുണ്ട്, വെന്നയുടെ കൂടെ ഈ പറഞ്ഞ ജനിച്ച സ്ഥലം കാണുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് ചിതാഭസ്മം വെച്ചിരിക്കുന്നത് ജപ്പാനിലെ അമ്പലത്തിലും അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഭുവനേശ്വർ എത്താണ്. ഭുവനേശ്വറിലേക്ക് എത്തി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഭുവനേശ്വരിൽ നിന്നും പുരി എന്ന് വെച്ചാൽ കൊണാർക്ക് ടെമ്പിളാണ്, ജഗന്നാഥ് ടെമ്പിൾ. ഇപ്പോൾ കൊണാർക്ക് അറിയാലോ, ഭൂമിയിലെ ലോകത്തിലെ ഏറ്റവും വിലമതിക്കാത്ത ആർക്കിടെക്റ്റാണ് ഈ അവിടുത്തെ 12 സൂര്യചക്രം, 7 രഥങ്ങൾ, 7 രഥം, ഒരാഴ്ചയിൽ 7 ദിവസത്തിൻ്റെ 7 രഥങ്ങൾ, 12 ഒരു മാസത്തിന് 12 ദിവസത്തിൽ 12 മാസങ്ങളുടേത്. അങ്ങനെ ഒരു ഗംഭീര ആർക്കിടെക്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ചിൽക്ക ലേക്ക് ഉണ്ടാവും. ചിൽക്ക ലേക്ക് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചിൽക്ക ലേക്ക്. ചിൽക്ക ലേക്ക് കണ്ടിട്ട് നമ്മൾ പുരിയിൽ താമസിക്കണം. പിറ്റേ ദിവസം നമ്മൾ പുരിയിൽ നിന്നും ശ്രീകാക്കുളം പോവാണ്. ശ്രീകാക്കുളം. അപ്പോൾ ആ ശ്രീകാക്കുളം എന്ന് പറയുമ്പോൾ ശരിക്കും ബേ ഓഫ് ബംഗാളിൻ്റെ ആ ഒരു ബേസ് ചെയ്തുള്ള ആ റൂട്ടിലാണ് നമ്മൾ പിന്നെ പോരുന്നത്. ഇനി കോസ്റ്റൽ റൂട്ടിലാണ് നമ്മളിതിനെ തിരിച്ചു വരുന്നത്. അങ്ങനെ ശ്രീകാക്കുളം പോയിട്ട് ആ ശ്രീകാക്കുളത്ത് നമ്മൾ താമസിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ഈ ശ്രീകാക്കുളത്തു നിന്നും നമ്മൾ വിശാഖപട്ടണം പോകണം. വിശാഖപട്ടണം പോകുമ്പോൾ അവിടെ നേവിയുടെ സബ്മറൈൻസും അങ്ങനെയുള്ള നിങ്ങൾക്കൊരു മറ്റേ മുങ്ങിക്കപ്പലിൽ കയറി കാണാം. അതിനുള്ളൊരു അവരുടെ ഒരു മ്യൂസിയം ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ വിജയവാഡ വരണം. വിജയവാഡ വന്നിട്ട് വിജയവാഡയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് അന്ന് വിജയവാഡയിൽ കൂടണം. നെക്സ്റ്റ് ഡേ വിജയവാഡയിൽ നിന്നും നമ്മുടെ തമിഴ്നാട്ടിലേക്ക് ചെന്നൈയിലേക്ക് എത്തിച്ചേരണം. അത് മാത്രം ഒരു സിറ്റി ആയിട്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തില്ല. കാരണം നമുക്കൊരു കണക്റ്റിംഗ് പോയിന്റിലായതുകൊണ്ട് ചെന്നൈയിലെ സിറ്റിക്ക് പുറത്തേ താമസിക്കുള്ളൂ. കാരണം ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ചെന്നൈ കാണിച്ചിട്ട് ചെന്നൈയിൽ താമസിക്കണം. പിറ്റേ ദിവസം ചെന്നൈയിൽ നിന്ന് നമ്മൾ മഹാബലിപുരം കൂടിയിട്ട് എവിടെ എത്തണം? പോണ്ടിച്ചേരി എത്തണം. മഹാബലിപുരം കാണുന്നുണ്ട്. പിന്നെ മഹാബലിപുരം കാണുന്നുണ്ട്. പല്ലവയുടെ ആർക്കിടെക്ട്, അതും റോക്കറ്റ് ആർക്കിടെക്ട് ഒക്കെ അതും തകർപ്പ. അതും മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പുരാതന തുറമുഖങ്ങളിൽ ഒന്നാണ് ഈ മഹാബലിപുരം. അതും നമ്മുടെ മലയാളത്തിലൊന്നും വേണ്ടതിലൊന്നും കണ്ടിട്ടൊന്നുമില്ല. അത് കണ്ടിട്ടാണ് നേരെ നമ്മൾ പോണ്ടിച്ചേരി എത്തുന്നത്. പോണ്ടിച്ചേരി അത് ഫ്രഞ്ച് ആർക്കിടെക്റ്റിന്റെ പോണ്ടിച്ചേരി എത്തുന്നത്. പോണ്ടിച്ചേരിയിൽ നിന്ന് എത്തിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ അന്നൈ വേളാങ്കണ്ണി വഴിക്ക് ക്രിസ്ത്യാനികളുടെ ആകെ കാണിക്കാൻ പറ്റുന്ന ഒരു ക്രിസ്ത്യാനികളുടെ ഒരു സ്ഥലമുള്ളൂ. അന്നൈ വേളാങ്കണ്ണി അല്ലല്ല നമ്മള് വേറെ കാര്യം. നമ്മളിപ്പോ അങ്ങനെ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ വേളാങ്കണ്ണി പോലെ ക്രിസ്ത്യാനികൾക്ക് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ. പിന്നെ ഗോവയിൽ പോകണം. ഗോവ പോയാലും നമ്മൾ ഇത്ര വിപുലമായിട്ടുള്ളതില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നേരെ നമ്മൾ തഞ്ചാവൂർ വരണം. 200ഓളം അടി കയറുമ്പോൾ തഞ്ചാവൂരിലെ ഗോപുരം അത് തന്നെ മതി. ഈ ഏറ്റവും അത്ര റോക്കറ്റിൽ നമ്മളൊക്കെ ഈ ആളുകളൊക്കെ ഈ കരിങ്കലിലൊക്കെ ഇത്ര വിസ്മയങ്ങൾ എത്തുന്ന ഒരു രാജ്യം ലോകത്ത് വീണ ഒരു സ്ഥലത്ത് പോലും ഉണ്ടാവില്ല. അത് നമ്മൾ തഞ്ചാവൂർ കണ്ടിട്ട് നമ്മൾ തഞ്ചാവൂരിൽ താമസിക്കുകയാണ്. തിരിച്ച് നെക്സ്റ്റ് ഡേ തഞ്ചാവൂരിൽ നിന്ന്
ചലോ കന്യാകുമാരി റോക്കിൽ പോയിട്ട് മോദി ഇരുന്ന മാതിരി ഒരു ഇരിപ്പങ്ങോട്ട് ഇരിക്കും തളർന്നിരിക്കുന്ന ഓടി ഇരിപ്പങ്ങോട്ട് ഇരിക്കും. അതോടുകൂടി നമ്മളെ കൊച്ചി കൊണ്ടൊന്നും വിടൂല്ലേ. പിന്നെ അത് കഴിഞ്ഞ് കന്യാകുമാരി ഇരുന്ന് അവിടെ നമ്മളൊരു ഗംഭീരമായ ഒരു കോക്ടെയിൽ പാർട്ടിക്ക് നമ്മൾ ഇത്ര യാത്ര കഴിഞ്ഞു വന്നല്ല, അത് വലിയൊരു സ്വീകരണവും വലിയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇതും പോകുന്ന ഫ്ലാഗ് ഓഫും അങ്ങനെ തന്നെയാണ്. കാരണം ഇതൊരു വലിയൊരു നാഷണൽ ഇതല്ലേ, നാഷണൽ യൂണിറ്റിയെ സംബന്ധിച്ചുള്ള വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൽ സാധിക്കാവുന്ന എല്ലാവരും അതിനോട് പങ്കുചേരണം തന്നെയാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം ഇതാണ്, ഒരിക്കലും ശ്രീനഗറിൽ അവസാനിപ്പിക്കരുത്. കാരണം തിരിച്ചു വരുന്ന വഴിയാണ് ലോകത്തിലെ വലിയ കാണാൻ പോകുന്നത്, ഇൻക്ലൂഡിങ് താജ്മഹൽ ആൻഡ് തഞ്ചാവൂർ ടെമ്പിൾ എല്ലാ സാധനങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ ഐറ്റിനറി കേൾക്കുമ്പോൾ നമുക്ക് അറിയാം, ഇത് ഓരോ ദിവസവും എക്സൈറ്റിംഗ് സ്ഥലങ്ങളാണ്. പിന്നെ ഇന്ത്യയിലെ പഴയ വല്ല റോഡുകളെല്ലാം നല്ലതായതുകൊണ്ട് തന്നെ വോൾവോ ബസ്സുമാണ് നല്ല സുഖമായിട്ട് യാത്ര ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോകം നമ്മൾ തീർച്ചയായിട്ടും 200 രാജ്യങ്ങളിലേക്കുള്ള യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യം കണ്ടു തീർക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അത് ഇന്ത്യ ആയതുകൊണ്ടാണ്. ഇന്ത്യ കാണുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. അതിൽ പല വെല്ലുവിളികൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുകയാണെങ്കിലുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നളന്ദ മാത്രം എടുക്കുക. നളന്ദ സർവകലാശാല എന്ന് വെച്ചാൽ ബീഹാറിൻ്റെ ഒരു അറ്റത്താണ്. അവിടെ പോകാമെന്ന് പറയുന്നത്, അതിനുവേണ്ടി തന്നെ പോകുകയെന്ന് പറയുന്നത് ഭയങ്കര ഈ ഒരു യാത്രയ്ക്ക് വേണ്ട ഫുൾ യാത്രയ്ക്ക് വേണ്ട കോസ്റ്റ് ആകും. നിങ്ങൾ ഒരു കുടുംബസമേതം നളന്ദ പോകണം. അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കണ്ട് തിരിച്ച് വളരെ കംഫർട്ടബിളായിട്ട് വരാം. പിന്നെ ഇന്ത്യ കാണുമ്പോൾ രണ്ടാമത്തെ വലിയ പ്രശ്നം ഫുഡിൻ്റെയാണ്. ഫുഡിന് എപ്പോഴും കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ സംഘം പാചകക്കാർ കൂടെ, അതെനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആണ് കേട്ടോ. അത് സാധാരണ ഗുജറാത്തികളുടെ കാര്യത്തിലാണ്. ഗുജറാത്തികൾ അമേരിക്ക പോയാലും ഒരു കുക്കിനെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞ പോലെ അല്ല, അവർക്ക് പിന്നെ അവരുടെ ഫുഡിന് കുറച്ച് ജൈൻ ഫുഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് നല്ല ഭക്ഷണം കൊടുക്കുക, ആളുകൾ ആരോഗ്യമായിട്ടിരിക്കുക. പിന്നെ നമ്മളിതിലേക്ക് എടുക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്പിരിറ്റുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകളെ, ആകെ യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. കാരണം യാത്രയിൽ നമ്മൾ പോകുന്ന പല വിധത്തിലും എന്ത് പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ നമ്മളോട് തോളുറന്ന് നിൽക്കണം. കാരണം ചെറിയൊരു ടാസ്ക് അല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ സാധിക്കാവുന്ന ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളതിൽ ഉദ്ദേശിച്ച് സാധിക്കാവുന്നവരുടെ പിന്തുണ നമുക്ക് വേണം. കാരണം ഇതൊരു വലിയൊരു സ്വപ്ന പദ്ധതിയാണ്. അതിൽ സാമ്പത്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഇല്ല. നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഡ്രീം പ്രൊജക്റ്റാണ്. അത് പോയി നമുക്ക് തിരിച്ചു വരണം. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് നടത്തണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ് നമ്മൾ ഇതിൻ്റെ പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആകെ ബെന്നിയുടെ കൂടെ അടുത്ത പിന്നെ നോർത്ത് ഈസ്റ്റ് മാത്രം 7 സിസ്റ്റേഴ്സ് ട്രിപ്പ് പോയാൽ നിങ്ങൾ ഇന്ത്യ കണ്ടു കഴിഞ്ഞു വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഫുള്ളുണ്ട്. പിന്നെ ഇടയ്ക്കുള്ള 1-2 മധ്യഭാഗത്തുള്ള സ്റ്റേറ്റ് ഒഴിച്ചാൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഗംഭീരമായ ഒരു ട്രിപ്പാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു യാത്രികൻ എന്നുള്ളതിലേക്ക് ഞാൻ തീർച്ചയായിട്ടും ശുപാർശ ചെയ്യുന്ന ഒരു ട്രിപ്പ് കൂടിയാണ്. അപ്പോൾ ബെന്നി ഇതിനെപ്പറ്റി അടുത്ത് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഐറ്റിനറി എൻ്റെ കൈ കിട്ടുന്നവരെ എനിക്കൊരു ആശങ്കയുണ്ട്, ഇതെങ്ങനെ ഒപ്പിച്ചെടുക്കും. പക്ഷേ ഗംഭീരമായ ഐറ്റിനറിയാണ് തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1-2 സജഷൻ എനിക്കുണ്ട്. അത് അടുത്തവണ ബെന്നി അതിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുക. ഒന്ന് മൗണ്ട് അബു, രാജസ്ഥാനിലെ അജ്മീർ വരെ പോകുമ്പോൾ മൗണ്ട് അബു നല്ല ഡെസ്റ്റിനേഷനാണ്. പിന്നെ നളന്ദ വരെ പോകുമ്പോൾ ബോധഗയ, ബുദ്ധന് ബോധതയുണ്ട് ബോധഗയ. അത് രണ്ടും ഉൾപ്പെടുത്താമായിരുന്നു. ഇത്തരത്തിലുള്ള ടൂറുകൾക്കെല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല. എങ്കിലും അത് രണ്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും ഗംഭീരമായ ട്രിപ്പാണ്. അപ്പോൾ അത് ഇപ്പം ഞാൻ ഈ കൊടുത്ത നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിശദങ്ങൾ അതൊന്നുമില്ല. പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു വലിയൊരു വേൾഡ് എക്സ്പോ. അതെ, അതാണ് ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം. അതായത് അത് ഞാൻ ബെന്നി ആ ഫോണും തരാം. ബെന്നി നേരത്തെ ബെന്നിയുടെ ഫോൺ ഓഫായിട്ട് എൻ്റെ ഫോൺ വാങ്ങിച്ചാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എന്നെ ഞെട്ടിച്ച കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബെന്നി എനിക്ക് ഇന്നലെ അയച്ചു തന്ന ഈ വേൾഡ് എക്സ്പോയുടെ ഒരു ഐറ്റിനറിയിൽ പറയുന്നുണ്ട്. അതായത് സാധാരണ ഇതിൽ ഇപ്പോൾ ബെന്നി എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2-3 വർഷമായുള്ളൂ ബെന്നി ട്രാവലേഴ്സ് തുടങ്ങിയിട്ട്. ബെന്നി നേരത്തെ വോയേജർ എന്ന് പറയുന്ന ഒരു എക്സ്പോ നടത്തി. പക്ഷേ ഇത്തവണ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ അംബാസഡേഴ്സ്, പല രാജ്യങ്ങളുടെ അംബാസഡേഴ്സ് ബെന്നിയുടെ ഈ വേൾഡ് എക്സ്പോ വരുന്നത്. അത് സൗത്ത് കൊറിയ, സേഷൽസ്, പോർച്ചുഗൽ, മഡഗാസ്കർ, കെനിയ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ലക്ഷദ്വീപ്, അങ്ങനെയുള്ള സ്ഥലത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസത്തിൻ്റെ ആൾക്കാർ വരുന്നു. പിന്നെ ക്രൂയിസ് കമ്പനികൾ, നോർവീജിയൻ, ജെൻഡിങ് ക്രൂയിസ്, ആൽബട്രോസ് എക്സ്പെഡീഷൻ, കോഡില ക്രൂയിസ്, അങ്ങനെ ക്രൂയിസ് കമ്പനികൾ വരുന്നു. ഇതിനെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫ്രീ ടിക്കറ്റുകൾ, ഫ്രീ ഗിഫ്റ്റുകൾ. അത് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്രൂസിൻ്റെയൊക്കെ ഫ്രീ ടിക്കറ്റാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ അത് പങ്കെടുത്ത് കഴിഞ്ഞാൽ അവിടെ 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫ്രീ ടിക്കറ്റാണ്. തന്നെയുമല്ല എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ഇത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചെറിയ പ്രസ്ഥാനം നടത്തുന്ന ഒരു ടൂറിൽ ഇത്രയധികം കമ്പനികളും മറ്റും പങ്കെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ B2C ആണ്. അതായത് സാധാരണ ബിസിനസ് ടു ബിസിനസ് ആണ്, ബിസിനസ് ടു കസ്റ്റമർ ആണ്. നിങ്ങൾ വന്ന് നേരെ ക്രൂസിന്റെ ആൾക്കാർ നടത്തിയിട്ടില്ല. അപ്പോൾ അത് കൃത്യം ഡേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ ഡേറ്റ് വരുന്നത് 13/14 നമ്മൾ മാരീഡിലാണ്. അവിടെയാണ് ഏറ്റവും അധികം അംബാസിഡേഴ്സും. ഇപ്പോഴും അംബാസിഡേഴ്സ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ വരും. പ്രതീക്ഷിക്കുന്ന അപ്പുറത്തുള്ള അവരുടെ പ്രതികരണം. കാരണം അവർക്ക് ആളുകളെ കാണണം.
ഗസ്റ്റിനെ കാണണം. അതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവർക്ക് ഇതുപോലെ അങ്ങനെ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അവരായിട്ട് ഇന്ററാക്ട് ചെയ്യണം, അവരുടെ അഭിപ്രായങ്ങൾ അറിയണം. അപ്പൊ ഗസ്റ്റിനും അത് തന്നെയാണ് തീർച്ചയായിട്ടും അവരുടെ പ്രോഡക്റ്റ് നേരിട്ട് ഇവരായിട്ട് കാണാനും ഏജന്റ് പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. അതുമാതിരി ഡിപ്ലോമാറ്റ്സിന്റെ ഒപ്പം അവർ തന്നെ അവിടുത്തെ കോൺസുലേറ്റ്സ് അവരും വരുന്നുണ്ട്. അവർക്കും നമുക്കും പല പോർച്ചുഗലിലൊക്കെ വരുന്നുണ്ട്, യൂറോപ്യൻ പലതും വരുന്നുണ്ട്, ഇനിയും ഇപ്പോൾ പലരും മെക്സിക്കോ വരുന്നുണ്ട്. അനവധി ആളുകളും കഴിഞ്ഞ തവണ വോയേജറിൽ പരിചയപ്പെട്ട ടർക്കിയുടെ അംബാസഡർ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അദ്ദേഹം ഇന്ത്യയിലെ ടർക്കിയുടെ അംബാസഡറാണ്. അദ്ദേഹം വളരെ സാധാരണക്കാരെ പോലെ നമ്മുടെ പെരുമാറുന്നത്. അതെ, അവരൊക്കെ ഉണ്ട്. അവർക്കിത് വലിയ സന്തോഷമാണ് ജനങ്ങളെ കാണാനുള്ള ഒരു ഗംഭീര അവസ്ഥ. അത് നമ്മൾ 4 സ്ഥലങ്ങളിലാണ് നമ്മൾ നടത്തുന്നത്. ലോഞ്ച് നടത്താൻ പോകുന്നത് 13-14 കൊച്ചിയിൽ. അവിടെയാണ് ഏറ്റവും അധികം ആളുകൾ വരുന്നത്, ഏറ്റവും അധികം അംബാസഡേഴ്സ് വരുന്നത്, ക്രൂയിസ് കമ്പനികൾ വരുന്നത്. ഈ ക്രൂയിസ് കമ്പനി വരുന്ന വെറുതെ അല്ല, അവരൊക്കെ ഓഫറുകളാണ്. സ്പെഷ്യൽ ഓഫർ വരുന്ന വിസിറ്റ് ചെയ്യുന്ന നറുക്കെടുക്കുന്നവർക്ക് ക്രൂയിസ് കമ്പനി യാത്ര ചെയ്യാനുള്ള അവസരം, ഫ്ലൈറ്റ് കമ്പനികൾ വരുന്നുണ്ട്, അവർ ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് ഓഫറാണ് വരുന്നത്. അങ്ങനെ അത് മാരിയറ്റിൽ അത് ആ മാരിയറ്റിൽ കൊച്ചിയിലാണ് ഫസ്റ്റ് നമ്മൾ ഇവന്റ് വരുന്നത്. അത് ഈ വരുന്ന ശനി ഞായർ 13-14 കൊച്ചിയിൽ നടന്നത്. അത് നമ്മുടെ മാരിയറ്റ് ഹോട്ടലാണ് നടന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്ത്. എൻട്രൻസ് ഫീ ഒന്നുമില്ല. അതിൽ ഞങ്ങളൊരു QR കോഡ് വെച്ചിട്ട് ഞങ്ങളൊരു അതൊന്ന് രജിസ്റ്റർ ചെയ്യണം. അത് ഫ്രീ ആണ്. ഇല്ലെങ്കിൽ വരാത്തവർക്ക് അവിടെ വന്നാലും അത് രജിസ്റ്റർ ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഈ ഡിപ്ലോമാറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് റെക്കോർഡിക്കലാവണം. അത് നമ്മൾ സെക്യൂരിറ്റി സംബന്ധിച്ചാണ്. നമുക്ക് അല്ലാതെ എൻട്രി ചെയ്യാൻ പറ്റില്ല. അത് 2 വിധത്തിലാണ് ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. അതിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. പിന്നെ അടുത്തത് വരുന്നത് 20-21 ഞങ്ങൾ തൃശ്ശൂർ നടത്തണം. ആ തൃശ്ശൂർ ജോയ്സ് പാലസിലാണ്. അവിടെയും കുറേ പദ്ധതികൾ വരുന്നുണ്ട്. അവിടെയും ഇതിലൊക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് തിരുവനന്തപുരത്താണ് 27-28. അത് ഡിമോറ ഹോട്ടലിലാണ്, അപ്പോളോ ഡിമോറയിലാണ്. നമ്മൾ 27-28 തിരുവനന്തപുരത്ത് നടന്ന് അവസാനം 3-4 തീയതികളിൽ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് വരണം. ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു ഓഫീസും അവിടെ വരുന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കോഴിക്കോട് താജിലാണ് കോഴിക്കോട്ടിൽ നടന്നത്. ഇതിൽ ഈ സ്ഥലം മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ ടൂറുകളും വളരെ ക്വാളിറ്റിയിലാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ബിസിനസ് എന്ന ലെവലിനേക്കാൾ ഉപരി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന ലെവലിൽ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ആകർഷകമായ തരത്തിൽ വളരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റിൽ ഞങ്ങൾ തരും. ഗംഭീരമായ സംഭവങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അന്റാർട്ടിക്ക എക്സ്പെഡിഷൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇനിയും അടുത്ത എക്സ്പെഡിഷൻസ് വരുന്നുണ്ട്. അതുമാതിരി പോളർ എക്സ്പെഡിഷൻ വരാൻ പോകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസിലുള്ള യാത്ര, ഐക്കൺ ഓഫ് ദ സീസിലെ യാത്ര വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യ റോഡ് ട്രിപ്പ്, ഇങ്ങനെ വിരുന്നിൻ്റെ വിരുന്നാണ്. അതൊക്കെ കാണാനും ആകർഷകമായ തരത്തിൽ അത് സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. പിന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, ജപ്പാൻ, കൊറിയ മുതൽ ലോകത്ത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ രാജ്യങ്ങൾ, സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ നിന്നൊക്കെയുള്ള എല്ലാത്തിനും ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഫെസ്റ്റിവലിന് അത് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇനിയുണ്ടോ സീറ്റ്? അതിൽ കുറച്ച് സീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് നമ്മൾ വീഡിയോ കണ്ടാൽ മതി. ടൊമാറ്റോ ഫെസ്റ്റിവൽ, അത് ബുൾ ഫൈറ്റും എല്ലാം ഉൾപ്പെടുത്തി സ്പെയിൻ, പോർച്ചുഗൽ. അതുപോലെ നമ്മൾ നവംബർ 24 സൗത്ത് അമേരിക്ക ഗ്രാൻഡ് അതിന് നിസ്സാര സീറ്റുള്ളൂ. അത് ഗംഭീര യാത്ര. ഇത്ര വലിയൊരു പ്രോഗ്രാം, ആ പ്രോഗ്രാം കണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു ടൂർ കമ്പനി ഇതുപോലെ ഗംഭീരമായ ഒരു പ്രോഡക്റ്റ് ഇല്ല. അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ്. അതുപോലെയുള്ള നല്ല പുതുമയുള്ള, അതുമാതിരി ഇതാരും ചെയ്യാത്ത യൂണിക്ക് സാധനങ്ങളാണ് നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് നമ്മുടെയൊക്കെ ഒരു ജീവിതമുള്ളൂ. ആ ജീവിതം പറ്റാവുന്ന സ്ഥലങ്ങളിൽ ആദ്യം ബെന്നിയുടെ ഇപ്പോൾ ഈ ടൂർ ഐറ്റിനറി കേട്ട് കഴിഞ്ഞാൽ ഭൂമി പോരാന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ഭൂമി തീർന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഭൂമി ചെറുതാണ്. സത്യം വെരി സ്മോൾ കൺസെപ്റ്റ് പക്കയാണ്. ഇപ്പൊ നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ ഇപ്പൊ ഇനിയിപ്പോ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്താൻ സ്ഥലമില്ല. ആ ഒരു അതിന്റെ പുറത്തിലാണ് ഇങ്ങനെ ഒരു ഇന്ത്യയിലേക്ക് കാണുന്ന. പക്ഷെ ഒരു കാര്യം, ഇത് ഇത്രയും രാജ്യങ്ങൾ കണ്ട അത്ര സമയം വേണം ഇന്ത്യ മുഴുവൻ അത് കാണണമെങ്കിൽ. സത്യം പറഞ്ഞാൽ അത് വേറൊരു കാര്യം അല്ലേ? ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ഈ കണ്ട ഐറ്റിനറി എന്ന് പറയുന്നത് ഒന്നുമല്ല. കാരണം നമ്മളിപ്പോൾ ഹംപി, ബാദാമി കണ്ട കർണാടക ഒന്നും ആയില്ല, പിന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു ഇന്ത്യ ടൂറിന് പോലും ഇനി ഇഷ്ടംപോലെ സാധ്യതകൾ. ഇത് ഒരുവിധം നമ്മൾ കവർ ചെയ്തു. പിന്നെ നമ്മൾക്ക് ഒരു ഭയമുള്ളത് ഒരു പരിധി കൂടുതൽ വന്ന ആളുകൾക്ക് ചിലപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാക്സിമം 1 മന്താണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഒക്ടോബർ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും നല്ല കാലാവസ്ഥയാണ്. ഇപ്പം നല്ല കൊടും ചൂടിന്റെ കാലമാണ്. ഇനിയിപ്പോൾ ഒക്ടോബറിൽ നല്ല രാജസ്ഥാനുള്ള സ്ഥലങ്ങളൊക്കെ എല്ലായിടത്തും നല്ല ഒരു വിധത്തിലും പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളത് ക്രമീകരിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം നിങ്ങൾ പറയാനുള്ളത് നമ്മുടെ ട്രാവൽ എക്സ്പോ എല്ലാവരും വരണം. പ്രത്യേകിച്ച് ഈ മലയാളികൾക്ക് ഇതുപോലൊരു അവസരം വേറെ കിട്ടില്ല. അതിൽ ഞങ്ങൾ ടൂർ ബുക്ക് ചെയ്യുകയോ മറ്റോ ഒന്നും മാത്രമല്ല, ഇത്രയധികം ആളുകളെ അംബാസഡേഴ്സിനെയും ഇത്ര വലിയ ടൂർ കമ്പനി, ഇത്ര വലിയ ക്രൂയിസ് കമ്പനികളെയും അതുപോലെ ടൂറിസം ബോർഡുകളെയും കാണുന്ന അവസരം ഉടനെ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അതിനുള്ള വലിയൊരു അവസരം. ചെറിയൊരു എഫർട്ട് എന്നല്ല, ഗംഭീര എഫർട്ടാണ്. രാത്രി 2 മണിക്കൂർ 3 മണിക്കൂർ കഷ്ടി ഉറങ്ങുള്ളൂ, ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാവും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ. ബെന്നിയുടെ ഉറക്കമില്ലാത്ത രാത്രികൾ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നവർക്ക് നല്ല ഉറക്കമുള്ള രാത്രികൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും ബെന്നി ഇതൊരു ഗംഭീര ഇനിഷ്യേറ്റീവാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്.
സംഘടിപ്പിക്കുന്ന ഈ ഒരു ഇന്ത്യ ഗ്രേറ്റ് ഇന്ത്യ ടൂർ എന്ന് പറയുന്നത് ഈ കേരളം ഇതുപോലെ നമുക്കൊന്ന് കാണിക്കാം. ഇതെല്ലാം വെളിപ്പെടുത്താതെ ചെയ്യല്ലേ? അത് ചെയ്യുമ്പോൾ അതിനെ കൃത്യമായിട്ട് അത് എടുത്ത് ചെയ്യണ്ടേ, അതിലാണ് കാര്യം. ഇപ്പൊ ഇന്ത്യ ആർക്കും ചെയ്യാം, പക്ഷെ നമ്മൾ ഇന്ത്യയിൽ എന്താണ് കാണേണ്ടത്, എന്തൊക്കെയാണ് ഹെറിറ്റേജ്, ഏതൊക്കെയാണ് 7 വണ്ടേഴ്സ്, ഇതൊക്കെ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും ചെയ്യട്ടെ, നമ്മളല്ലെങ്കിൽ വേറെ ആൾ ചെയ്യട്ടെ. അല്ല, അത് കേരളത്തിന് വലിയൊരു സാധ്യതയുണ്ട്. കേരളത്തിൽ നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലങ്ങളല്ലാതെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനുള്ള വലിയ സാധ്യതയുണ്ട്. അപ്പം അതുമൊക്കെ ആയിട്ട് നമുക്ക് നമ്മൾ അടുത്തായിട്ട് വരും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്ത്യൻ റോഡ് ട്രിപ്പുമായിട്ട് കാണാം. അപ്പം ഇതൊരു ചലഞ്ചിങ് ട്രിപ്പ് ഇതാണ്. അതിൽ നല്ല മിടുക്കരായിട്ടുള്ള ധീരരായിട്ടുള്ള ആളുകൾക്ക്, ആഗ്രഹമുള്ള ആർക്കും ജോയിൻ ചെയ്യാൻ വെറും 35 സീറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ചലഞ്ചിങ് ആണെങ്കിലും ആ ചലഞ്ച് ബെന്നിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾ ബസ്സിനകത്ത് ഇരുന്നാൽ മതി, നിങ്ങൾക്ക് വലിയ ചലഞ്ച് ഒന്നുമില്ല. പിന്നെ വേറെ ഒന്നുമില്ല, അതിന്റെ ഐറ്റിനറി ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് എക്സ്പോയിലാണ്. എക്സ്പോയിൽ അത് സെയിൽ നടത്തുള്ളൂ. അതുവരെ ആർക്കും സെയിൽ ചെയ്യില്ല. അന്ന് ആഗ്രഹമുള്ളവർക്ക് എക്സ്പോയിൽ വന്ന് ബുക്ക് ചെയ്യാം, അല്ലാതെ അതിനു മുമ്പും ബുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അതുപോലുള്ള ഒരു അന്നാണ് പ്ലാറ്റ്ഫോമിൽ ചെയ്യണം. അന്ന് ഒരു ഈ പറഞ്ഞ അംബാസിഡേഴ്സിൻ്റെ ഇവരുടെ അംഗീകാരത്തിൽ പോകും. നമുക്ക് അതുപോലെ തന്നെ 25 രാജ്യങ്ങളിൽ യാത്ര ചെയ്തവരെയും 50 രാജ്യങ്ങളിലെയും യാത്ര ചെയ്തവരെയും അംബാസിഡേഴ്സ് പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രികർക്കും വേണ്ട വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്കും വരാം, ഇവരായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഇത് യാത്രികരുടെ ഉത്സവമാണ്, അല്ലാതെ ഇത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ്. അതുകൊണ്ട് ഇതിനിട്ടിരിക്കുന്നത് വേൾഡ് ട്രാവൽ എക്സ്പോ എന്നാണ്. അവർക്ക് വന്ന് യാത്രയെ ബന്ധപ്പെട്ട എന്തെങ്കിലും സെമിനാറുകളോ കണ്ടക്ഷൻസോ പ്രസൻറ്റേഷൻസോ നമുക്ക് ചെയ്യാനുള്ള അവസരം കൂടിയുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. എന്നാലും നമ്മൾ കാശ് മുടക്കണം, കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ അത് വേണ്ടതിൽ ഉപയോഗിക്കണം, മലയാളികൾ ഉപയോഗിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. അപ്പോൾ എന്തായാലും 13-ാം തീയതി എല്ലാവരും എത്തുക. അതുപോലെ അത് കൊച്ചിയിൽ മറ്റ് സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ഡേറ്റ് നമ്മൾ ഇടുന്നുണ്ട്, ഡേറ്റ് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യ ട്രിപ്പിൻ്റെ കാര്യവും എല്ലാവരും ഓർമ്മ വയ്ക്കുക. നമ്പറിൽ വിളിച്ചു വെച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാം താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ വേറൊരു താങ്ക്സ് പറയാനുള്ളത്, ഈ ഇത്രയും നേരം പുറകോട്ട് നടന്ന് ഇത് ഷൂട്ട് ചെയ്ത ശ്യാമിനാണ്. ശ്യാം പലപ്പോഴും വെള്ളത്തിൽ ചാടുന്നുണ്ടായിരുന്നു. കാരണം മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൂടെയാണ് ശ്യാം പിന്നോട്ട് നടന്നത് എന്നുള്ള കാര്യത്തിന് ക്യാമറമാൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയില്ലല്ലോ. ശ്യാമിനോട് നന്ദി പറഞ്ഞു അവസാനിപ്പിക്കുന്നു. ബൈ. ബൈ.